സഹാബത്ത് എല്ലാവരും കൂടിയിരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ പ്രവാചകന്റെ പ്രഭാഷണം കേൾക്കുകയാ. പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോ അതിനിടയിൽ നിന്നുകൊണ്ട് ഒരു അരണ്ട ശബ്ദത്തിൽ അതാ ഒരാൾ കരയുന്ന ശബ്ദമതാ കേൾക്കുന്നു. ഒരാൾ വിങ്ങി വിങ്ങിയതാ തൊട്ടുകയാണ്. ആരാണെന്നെല്ലാവരും ഉറ്റുനോക്കുകയാ. അള്ളാന്റെ ഹബീബ് നരകത്തെ കുറിച്ചല്ല പഠിപ്പിക്കണേ, മനുഷ്യരെ കുറിച്ചല്ല പഠിപ്പിക്കണേ, അള്ളാഹുവിനുള്ള ഭയത്തെ കുറിച്ചല്ല പഠിപ്പിക്കണേ, ആ നിക്കാഹിനെ കുറിച്ചല്ല എന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആ സദസ്സിലാ ഒരു സഹോദരൻ ഇരുന്നു കൊണ്ട് കരയുകയാ. അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നു, ആരാണ് കരയുന്നത്, ആരാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അതാ സഅദ് സൽമി റളിയല്ലാഹു അൻഹു കരയണേ. സഅദ് സൽമി റളിയല്ലാഹുവിന് കരുത്തുറ്റ യുവാവാ, ചെറുചുറുക്കുള്ള പ്രായതാ, ആർജവത്തിന്റെ വയസ്സാ, ആ യൗവന കാലഘട്ടമാ. സഅദ് സൽമി റളിയല്ലാഹുവിന് കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ സന്നിധത്തിലേക്ക് കയറുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്തിനാണ് സഅദ് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ, എല്ലാവരും സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോ, മനോഹരമാകുന്ന ആ വിവാഹ ജീവിതത്തെ കുറിച്ച് എല്ലാവരും ഓർത്തുകൊണ്ടിരിക്കുമ്പോ എന്തിനാണ് സഅദ് നീ കരയുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചപ്പോ സഅദ് മറുപടി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഞാൻ വിവാഹത്തെ കുറിച്ച് ഓർത്തു പോയതാണ് നബിയേ. എന്താ സഅദ് നീ ഇങ്ങനെ കരയാനെന്ന് ചോദിച്ചപ്പോ എന്റെ ഹബീബേ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ നബിയെ. ഓടി ഒളിക്കുകയാ. ഓടി വന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞതെന്താ, അല്ലാഹുവിനോട് പറഞ്ഞതെന്താ, റബ്ബീ മഅദല്ലാഹ്, അല്ലാഹു നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, അല്ലാഹ് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, അല്ലാഹ് റബ്ബി അസ്സിജ്ന അഹബ്ബു ഇലയ്യ, റബ്ബി അസ്സിജ്ന അഹബ്ബു ഇലയ്യ. അല്ലാഹു അല്ലാഹു എനിക്ക് തടവറയാണ് നല്ലതല്ല, എനിക്ക് ജയിലാണ് നല്ലതല്ല, ഞാൻ ജയിലാണ് ആഗ്രഹിക്കുന്നതല്ല. ഈ പെണ്ണുങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പെണ്ണുങ്ങൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ആശ്വാസകരമാകുന്ന ആ മ്ലേച്ഛകരമാകുന്ന കാര്യം എനിക്ക് വേണ്ട അല്ലാഹ്. എനിക്ക് തടവറയാടല്ലാതും പറഞ്ഞുകൊണ്ട് 17 വർഷക്കാലം ഒരു തെറ്റും ചെയ്യാതെ ജയിലിലേക്ക് പോയ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുസ്ലിം ചെറുപ്പക്കാരാ, മുസ്ലിം ചെറുപ്പക്കാരി അല്ലാഹു തആല പഠിപ്പിക്കുന്നു, പരിശുദ്ധനാകുന്ന യൂസുഫ് നബിയിലൂടെ ചെറുപ്പ കാലഘട്ടം എന്തായിരിക്കണം, പരിശുദ്ധിയായിരിക്കണം, പരിശുദ്ധിയായിരിക്കണം. അർദ്ധരാത്രിയാകുമ്പോ അവർ ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് രാജാതിരാജനാകുന്ന തമ്പുരാനോട് കരയുകയാ, അല്ലാഹു അല്ലാഹു എന്റെ മോൾക്ക് സമ്പത്തില്ല എന്ന് പേര് പറഞ്ഞുകൊണ്ട് ആവശ്യത്തിന് സൗന്ദര്യമുണ്ടല്ല, കുടുംബമഹിമുണ്ടല്ല, ദീനുണ്ടല്ല, സമ്പത്തില്ലാത്ത പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് യുവാക്കൾ വന്നുകൊണ്ട് എന്റെ മകളെ കല്യാണാലോചന നടത്തിയിട്ട് അവസാനം സമ്പത്ത് കുറവെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കളഞ്ഞിട്ട് പോടല്ല. എന്റെ മകളെ സഹായിക്കാൻ ആരെങ്കിലും എത്തിക്കണോ അല്ല. ഓരോ രാത്രിയുടെ യാമങ്ങള് നാം എല്ലാവരും കിടന്നിറങ്ങുമ്പോ പെമ്മക്കൾ പുറനിറഞ്ഞിരിക്കുന്നു. ഉമ്മാടെ ഹൃദയം മിങ്ങിപ്പെട്ടുകയാ, വാപ്പാന്റെ ഹൃദയം മിങ്ങിപ്പെട്ടുകയാ. അവസാനം ജമാഅത്തിലേക്ക് ചെന്നിട്ട് അവിടെ നിന്നൊരു ലെറ്ററും വാങ്ങിച്ചിട്ട് വഴിയോളമുള്ള പള്ളികളിലേക്ക് കയറിയിട്ട് എന്റെ മോളെ നിക്കാഹ് കഴിച്ചേക്കാ, എന്റെ മകളെ നിക്കാഹ് കഴിച്ചേക്കാ, ഉസ്താദേ ഒന്ന് പറയണേ, ഉസ്താദേ ഒന്ന് പറയണേ. നിറയുന്ന കണ്ണുകളുമായി ആ മാതാപിതാക്കളെ ഒന്നറിയുമ്പോ ആരുടെ കണ്ണാന്നറിയാത്തത് ഇവിടെയോ പൊളിച്ചടുക്കിക്കൊണ്ട് അടിപൊളിയായിട്ട് വളരെ ലഹരിയോടുകൂടി മദ്യപാന സേവയോടുകൂടി സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് മോളെ വിവാഹം കഴിച്ചേക്കുമ്പോ ആ വിവാഹത്തിന് വേണ്ടി എടുക്കുന്നതായ തുണിയുണ്ടല്ലോ, ഓഫീസിലും കല്യാൺ സിൽക്കിലേക്ക് നിന്നുകൊണ്ട് ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള സാരി വാങ്ങുമ്പോ ആ സാൽവാറും അതുപോലെ കുർത്തയോ പുരുഷന് വേണ്ടി വാങ്ങിക്കൂട്ടുമ്പോ വിവാഹത്തിന്റെ അന്നല്ലാതെ മറ്റൊരു ദിവസവും ധരിക്കാത്ത തുണി വാങ്ങിച്ചു പിടിക്കുമ്പോ ആ വിവാഹത്തിന് പങ്കെടുക്കാൻ പോലും നല്ലൊരു പുടവയില്ലാത്ത പെണ്ണാണ് ആ പെണ്ണ്, നല്ലൊരു വസ്ത്രം ധരിക്കാനില്ലാത്ത പെണ്ണാണ് ആ പെണ്ണ്. ആരെങ്കിലും കൊടുക്കുന്ന തുണി കിട്ടിയ അത് ഉടുത്തുകൊണ്ട് നിക്കാല് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന പെണ്ണുമോളാ. ഇങ്ങക്കറിയണോ ആരാണ് ഈ സംസ്കാരം കൊണ്ടുവന്നത്? നാളെ ഖബറിന്റെ ശിക്ഷ രക്ഷപ്പെടാനായിട്ട് നീ സൂറത്ത് നോക്കോതിയോ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ബർക്കത്ത് കിട്ടാനായിട്ട് ദിവസം നീ സൂറത്ത് യാസീൻ ഓതിയോ,
മകരമഞ്ഞിലും ഈ ചൂടുത്തിരിക്കുന്ന സമയത്ത് സുബഹിയുടെ ബാങ്കതാ മിനാരത്തിലൂടെ കേൾക്കുമ്പോ എന്നെ കുറിച്ചല്ല പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് തലവഴി നീ മുഖത്ത് മൂടിയിട്ട് കിടന്ന അള്ളാഹുവിനോട് സമാധാനം പറയാൻ പറ്റുമോ? കൂട്ടുകാരോടൊപ്പം ചേർന്നുകൊണ്ട് പാൻപരാഗ് നീ വായിലേക്ക് വെക്കുമ്പോ, ഹാൻസ് നീ വായിലേക്ക് വെക്കുമ്പോ, സിഗരറ്റ് നീ വലിക്കുമ്പോ, മദ്യം നീ കുടിക്കുമ്പോ അള്ളാഹുവിനോട് പറയാൻ പറ്റുമോ? മദ്യം ഹറാമെന്ന് പഠിച്ചില്ലേ? സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പഠിച്ചില്ലേ? ഹാൻസും പാൻപരാഗും പാടില്ല എന്ന് പഠിച്ചില്ലേ? മഹ്ശറാവൻ സമയം വന്നിരിക്കുമ്പോ അള്ളാഹു തആല ചോദിക്കില്ലേ, പൊന്നുമോരെ നീ പഠിച്ചത് കൊണ്ട് എന്താ അമൽ ചെയ്തത്? എന്ത് പ്രവർത്തനമാ നീ ചെയ്തത്? എന്ത് കാര്യമാ നീ ചെയ്തത്? നീ നിസ്കാരത്തെ കുറിച്ച് പഠിച്ച് നീ നിസ്കരിച്ചുവോ? ഖുർആൻ ഓതാൻ പഠിച്ചു നീ ഒരു വേദെങ്കിലും ഓതിയോ? നീ നോമ്പ് പിടിക്കാൻ പഠിച്ചു നീ നോമ്പ് പിടിച്ചോ? ഹജ്ജ് ചെയ്യാൻ നീ പഠിച്ചു സമ്പത്തുണ്ടായിട്ട് ചെയ്തോ? നീ ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന് പഠിച്ചു. എങ്ങനാ നീ കൊടുത്തോ മോനെ? നീ എന്നെ കൊടുത്തിട്ടുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിക്കുമ്പോ എല്ലാം പഠിച്ച് എല്ലാം പഠിച്ച് ഒരമലും ചെയ്തില്ല റബ്ബേ, പഠിച്ചതുകൊണ്ട് ഒരമലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ നരകമാകുന്ന കവാടപത മലർക്ക് തുറന്നു കൊടുക്കുന്ന പോലെ അതിലേക്കതാ നീ പോകുകയാണ്. നരകമാകുന്ന കിളിവാതിൽ കൂടി